ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് എൻ്റെ വരവ്. നമ്മളിന്ന് കാണാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മസാല ദോശാസാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദേ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. വലുത് അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ഉള്ളത് നമ്മൾ എന്തോ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് പുഴുങ്ങാനായിട്ട് വെച്ചു ആദ്യമേ തന്നെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫില്ലിംഗ് ആയിട്ട് നമ്മൾ സാധാരണ മസാല ദോശയുടെ ഫില്ലിങ്ങും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട്, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാലയില്ലേ, അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പനീർ മസാല ദോശ കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മസാല ദോശ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കൂടിയിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിങ്ങൾ കഴിച്ചിട്ടില്ലേ മസാല ദോശ, അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു വലിയ ഉരുളക്കിഴങ്ങല്ല, ബീട്രൂട്ടായിരുന്നു. അതൊന്നും ഇങ്ങനെ കഷ്ണമാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇട്ടിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമായി പോകണ്ട. അപ്പോൾ നമുക്ക് അത് ചിലപ്പോൾ ഒത്തിരി അങ്ങ് ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ അതെല്ലാം കുക്കറിൽ വേവിക്കാൻ വെച്ച ശേഷം നമുക്ക് എല്ലാത്തിലേക്കും മസാലയ്ക്ക് സവാള വേണം, പിന്നെ ഇഞ്ചി വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇതിന് മുന്നേ മസാല ദോശ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു സാധാരണ മസാലയാണ് ഇന്നത്തേൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചിലതിന് ഉള്ളി നീളത്തിലാണ് അരിയേണ്ടത്, ചിലതിന് ചെറുതായിട്ടാണ് അരിയേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം ഒന്നങ്ങ് തുറന്ന് വെച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചു. ഇനി വിസിൽ കേൾപ്പിച്ച് ചിലപ്പോൾ വേവ് ഒരുപാട് അങ്ങ് കൂടിപ്പോവും, ഭയങ്കര പായസമായിട്ട് പോയണ്ടാന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് തന്നെ വെച്ചിട്ട് വെള്ളം പറ്റിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി പിന്നെ നമുക്കത് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് തീരെ പൊടിയായിട്ട് ഉടച്ചെടുക്കണ്ട, കുറച്ച് കഷ്ണങ്ങൾ വേണം കടിക്കാനായിട്ട്. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു പേസ്റ്റ് പോലെ ആയിപ്പോവും. അതുപോലെ തന്നെ വേവിച്ച ഉരുളക്കിഴങ്ങും നമുക്കിതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം തന്നെ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയാണ്. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് അതിനകത്തേക്ക് വറ്റൽമുളകും ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്നുപരിപ്പ്, അതൊരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ഇല്ലാത്തവർക്ക് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ വരുമ്പോൾ ഒരു റിച്ച് ആണെന്ന് മാത്രം. പിന്നെ കുറച്ച് കായപ്പൊടി, നമ്മളിങ്ങനെ കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്ന കായപ്പൊടി ഇല്ലേ, അതൊരു 2 നുള്ളോളം ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ മസാല ദോശയുടെ മസാലയിൽ ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിലരിഞ്ഞ സവാളയും പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് നെടുകെ കീറിയിട്ടെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ എരിവ് വരുമ്പോൾ ഇത് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നീളത്തിലിട്ടത്. അങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എരിവ് ഒട്ടും വേണ്ടാത്തവർക്കത് ഒരുപാട് ചേർക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ച കുറച്ച് ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ കൂടിയിട്ടുള്ള ഉടച്ച് വെച്ചും കൂടെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യം പോലെ പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ എനിക്ക് പോരാൻ തോന്നിയിട്ട് ഞാൻ പിന്നീട് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് മസാല മാറ്റി വെച്ച ശേഷം നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. ദോശ ചുടുമ്പോൾ എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതിനകത്ത് ചുട്ടാലാണ് ദോശയുടെ ആ ഒരു പണ്ടൊക്കെ അമ്മമാരൊക്കെ ചുട്ട് തന്നിരുന്ന ആ ഒരു ഫീലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ദോശയുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ചിലർക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അല്ലാത്ത വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈവൻ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മോന് നല്ലെണ്ണയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ദോശ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഞാൻ ദോശമാവിൻ്റെ റെസിപ്പിയൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തണുപ്പുള്ള രാജ്യങ്ങളിൽ പുളിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അറിയില്ലാത്തവർ അത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, പോയി നോക്കിയാൽ മതി. ചിലർ മസാല ദോശ ഇതുപോലെ മറിച്ചിടില്ല. എനിക്ക് 2 സൈഡും നല്ലോണം മുരിഞ്ഞ് വരണതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 2 സൈഡും മറിച്ചിടാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ നിയമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിനകത്ത് എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ മസാല വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ വെക്കാം, അല്ലെങ്കിൽ നടുക്ക് വെച്ചിട്ട് 2 സൈഡും മടക്കിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മസാല വെച്ചിട്ട് നമ്മൾ മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ റെഡിയായി. ഇത്ര എളുപ്പമായിരുന്നു നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് പിന്നെ അതൊരു നല്ലൊരു സാമ്പാറും അടിപൊളി ചട്നിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ്. അപ്പോൾ നല്ല മുരിഞ്ഞ മസാല ദോശയാണ്, നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ മസാല ദോശ റെഡിയായി. നമുക്ക് ഇത് നല്ലൊരു സാമ്പാറും തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് കാണിക്കുന്ന സാധാ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക, അതിനകത്തേക്ക് ഉഴുന്നുപരിപ്പ് ഇടുക, പിന്നെ നമ്മൾ വറ്റൽമുളകും പിന്നെ കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ടത്. എനിക്കിങ്ങനെ ഈ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ ഈ മസാലയുടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമായതുകൊണ്ട് ഇട്ടതാണ്. ഇല്ലാത്തവർ ഇടണമെന്നൊന്നുമില്ല. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും, അതുപോലെ തന്നെ കറിവേപ്പില കൊത്തി അരിഞ്ഞതും, പിന്നെ സവാള ഞാൻ ഇത്തവണ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പൊടിയായിട്ട് മീൻസ് ചെറുതാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. മുമ്പേ കാണിച്ച മസാലയിൽ ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് കപ്പലണ്ടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ മസാലയിലൊക്കെ കായത്തിൻ്റെ പൊടി വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മസാല റെഡിയായി. ഇത് സാധാരണ മസാലയാണ്, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ആഴ്ചത്തേക്ക് ദോശമാവൊക്കെ ഉണ്ട്, എന്നും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ഇതുപോലെ വേറെ വേറെ ഫില്ലിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കരുത്, കാരണം അത്രയും ദിവസമൊന്നും ഇരിക്കില്ല. ഒരു 2-3 ദിവസത്തേക്കൊക്കെ മാക്സിമം വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ വരുമ്പോൾ പെട്ടെന്നൊന്ന് ഒരു മസാല ദോശയൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ദോശ ചുടുകയാണ്. നമ്മളെപ്പോഴും ദോശ ചുടുമ്പോൾ കല്ലിൻ്റെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. കല്ലിൻ്റെ ചൂട് ഒരുപാടാണെങ്കിലും കുറവാണെങ്കിലും ദോശമാവ് കല്ലിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ നടുക്കാണ് നമ്മുടെ മസാല വെച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്ക് സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ മസാല ദോശ റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ സവാള വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ എൻ്റെ ഞാൻ സാധാരണ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാറില്ല, ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്ററിൽ, ചെറിയ ഗ്രേറ്ററാണ്, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വന്നോളും, പേസ്റ്റ് പോലെ തന്നെ ആവുന്നേ. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകുന്ന ആ പാട് ഒഴിവായില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂണൊക്കെ മതി, ഒരുപാട് അതിൻ്റെ കുത്തായി പോകരുത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. അതിന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് പനീർ കട്ട് ചെയ്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് എന്താ പറയണേ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതിനേക്കാൾ അങ്ങനെ വരുമ്പോഴാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ലാസ്റ്റിൽ കുറച്ച് ചാറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പനീർ ഒരു എന്താ പറയണേ, നോർത്ത് ഇന്ത്യൻ വിഭവമാണല്ലോ, അപ്പോൾ അതിന് ചാറ്റ് മസാല എപ്പോഴും യോജിച്ച് പോകുന്നൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാറ്റ് മസാലകൾ ചേർത്തു. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർക്കണമെന്നില്ല. ഇനി പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ച ക്യാപ്സിക്കം ചേർക്കുകയാണ്. ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ കുറച്ച് കടിക്കാൻ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒരുപാടിട്ട് അതിനെ ഇത് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ മിക്സിയിൽ നമ്മളിത് ക്രഷ് ചെയ്തെടുത്ത പനീർ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ പനീറിൻ്റെ സ്റ്റഫിങ് റെഡിയായി. സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാം സ്റ്റഫിങ്ങും, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കിയിട്ട് പനീർ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താലോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പനീർ മസാല ദോശ. നമ്മൾ എന്നും കഴിക്കുന്ന മസാല ദോശയൊക്കെ അപേക്ഷിച്ച് ഒരു വെറൈറ്റി. ഞങ്ങൾക്കിവിടെ പനീർ കൊണ്ടുള്ള വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെ ആവാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ദോശ നല്ലോണം പരത്തിക്കഴിഞ്ഞ് കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മറിച്ചിടാം. ഞാൻ മറിച്ചിടാറുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്ക് പനീറിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല ദോശ ഇവിടെ റെഡിയായി. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കി രണ്ട് ചിലപ്പോൾ എല്ലാവരൊക്കെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പനീർ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അധികം എരിവിലൊന്നല്ല ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആരോണൊക്കെ ആണെങ്കിൽ നന്നായി കഴിക്കാൻ പറ്റും. പിന്നെ ഇനിയുള്ളത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു മസാല ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ദോശയുടെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശ ഒന്ന് എന്താ പറയുക, ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ ബട്ടറിൻ്റെ പീസ് ഒന്നിങ്ങനെ തടവി കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടറിൻ്റെ പീസ് ഒന്ന് അരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് സവാള, പൊടിയായിട്ട് അരിഞ്ഞ സവാള, കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനൊന്നങ്ങ് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് എന്താ പറയണേ, ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമ്മുടെ ബട്ടറൊക്കെ അലിഞ്ഞിട്ട് കുറച്ചൊരു വെള്ളമയം പോലെ ആയിട്ടുണ്ട്. കുറച്ച് സോസ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചില്ലി സോസ്, ഒരു എരിവ് വേണം. കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ആ മസാല നല്ലതായിട്ട് ഇങ്ങനെ എന്താ പറയണേ, നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക ദോശയിൽ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പനീർ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ കഷ്ണമൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ കഴിക്കാനായിട്ട് പാടല്ലേ. അപ്പോൾ പിന്നെ അതിനകത്തേക്ക് മോസറല്ല ചീസ് കുറച്ച് മേളിൽ വിതറി കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ കുട്ടികളെ പറ്റിക്കാനുള്ള ദോശ റെഡിയായി. എന്താ പറയണേ, കുട്ടികൾക്ക് ഇങ്ങനെ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റുകളിലൊക്കെ പോയാൽ ഇതുപോലെ ഇങ്ങനെ ദോശയുടെ മേളിൽ വെച്ച് കുക്ക് ചെയ്ത് ഒത്തിരി സ്റ്റഫിങ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കതൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ റെസിപ്പി വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.